ഡോക്ടർ VPP മുസ്തഫ, ഇപ്പോൾ ശക്തി കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് അടിപതർന്നു എന്നതിന്റെ സൂചനയായി UDF പറയുന്ന ഒരു കാര്യം, കോഴിക്കോട് അവർ വൻ മുന്നേറ്റം നടത്തുമെന്നും 8 വിജയിക്കുമെന്നാണ് പറയുന്നത്. അതിൽ കൊടുവള്ളിയും വടകരയും ഒഴികെ കൂടാതെ ബേപ്പൂരടക്കം അവർ പ്രതീക്ഷ വയ്ക്കുകയാണ്. പക്ഷേ ബേപ്പൂർ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കണക്കൂട്ടിൽ ബേപ്പൂരിൽ 5000 വോട്ടിന്റെ ലീഡ് ബേപ്പൂരിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ബേപ്പൂരിൽ കഴിഞ്ഞ തവണ എത്രയായിരുന്നു? 28,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേരത്തെ മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നത്. അവിടെ PV അൻവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ CPM കോട്ടയായി ബാലുശ്ശേരി അടക്കം പിടിച്ചെടുക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുകയാണ്. എന്തിന് എലത്തൂരിലും കാര്യങ്ങൾ മാറി പറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിൽ നിങ്ങൾക്ക് കാലങ്ങളായി നിങ്ങൾ കോട്ട എന്ന് പറഞ്ഞിരുന്ന ഇടങ്ങളിലേക്ക് പോലും ഇറങ്ങിച്ചെല്ലുന്നു എന്ന് പറയുമ്പോൾ അതിനെ എന്തായിട്ടാണ് വിശേഷിപ്പിക്കേണ്ടത്? ഇപ്പൊ ജോർജ് പൊടിപ്പാറയും ഷിബു മീരാനും പറഞ്ഞു വെച്ചത് നോക്കുമ്പോൾ, അതുപോലെ താങ്കളിപ്പോൾ ഉദ്ധരിച്ച കോൺഗ്രസിൻ്റെ അവകാശവാദവും വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഇനി LDFന് തോൽക്കാതിരിക്കാൻ വല്ല മണ്ഡലവും ബാക്കിയുണ്ടോ? ധർമ്മടം, തൃക്കരിപ്പൂര്, ഉദുമ, കളമശ്ശേരി, ബേപ്പൂര്, എളത്തൂർ എല്ലാം തോക്കുകയാണ്. ഷിബു മീരാൻ പറഞ്ഞ കണക്ക് വെച്ചിട്ടാണെങ്കിൽ അതെ, പേരാമ്പ്ര എല്ലാം നോക്കിയാണ്. പിന്നെ ഷിബു മീരാൻ പറഞ്ഞ കണക്ക് വെച്ചിട്ടാണെങ്കിൽ മലപ്പുറം, എറണാകുളം, കോട്ടയം, ഇടുക്കി എല്ലാം LDF 0 ആയിരിക്കും. കാസർഗോഡ് 1 കിട്ടിയെങ്കിലായി, 4-1 നോക്കിയാണ് അദ്ദേഹം പറഞ്ഞത്. കണ്ണൂർ 2 കിട്ടിയെങ്കിലായി. ഇങ്ങനെയൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാമെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കേരളത്തിൽ UDFന് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. അല്ല എന്നൊന്നും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പറയാൻ കഴിയില്ല, കാരണം അവർക്ക് വലിയ വിജയമുണ്ടായ ഒന്നാണ്. എന്നാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ പ്രവണത ഒരേ പാറ്റേണിൽ നിൽക്കുന്ന ഒന്നാണ്. നിങ്ങളത് നോക്കൂ. ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു സീറ്റല്ലേ ഉണ്ടായിട്ടുള്ളൂ. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നല്ല മുന്നേറ്റം നടത്തി. 2021 5 വർഷത്തെ തുടർ ഭരണം കേരളത്തിൻ്റെ പാറ്റേൺ അനുസരിച്ച് 5 വർഷം കഴിഞ്ഞാൽ മാറേണ്ടതാണല്ലോ. 87 മുതൽ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണല്ലോ കേരളത്തിൽ. 82 മുതൽ നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്നത് ഓരോ ഭരണം കഴിയുമ്പോൾ മാറി വരുന്ന പ്രവണതയാണ്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർത്തും വ്യത്യസ്തമായി. അന്ന് ഇപ്പം ഞാൻ പ്രീപോൾ സർവേയെ ഉദ്ധരിക്കേണ്ട എന്നൊക്കെ ഷിബു മീരാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഓർമ്മിക്കുമല്ലോ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രീപോൾ സർവേ മാത്രമല്ല, എക്സിറ്റ് പോളുകളും UDF തരംഗമാണ് പ്രവചിച്ചത്. പക്ഷെ വോട്ടെണ്ണിയപ്പോൾ LDF ആണ് 99 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്നത് നമ്മുടെ മുമ്പിൽ. ഇനി കഴിഞ്ഞൊരു 1/4 നൂറ്റാണ്ട് കാലത്തെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പാറ്റേൺ എടുക്കൂ. ഈ 21ാം നൂറ്റാണ്ടിലെ കഴിഞ്ഞ ഒരു 25 വർഷം നിങ്ങൾ എടുക്കൂ. ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ പാറ്റേൺ അല്ലേ? ഇപ്പം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പും അങ്ങനെ തന്നെയല്ലേ? 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 16 സീറ്റ്, LDFന് 4 സീറ്റ്. പക്ഷെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 91 സീറ്റുമായിട്ട് LDF അധികാരത്തിൽ വന്നു. ശരി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു സാഹചര്യമാണ് എന്ന് നമുക്ക് കരുതാം. പക്ഷേ ശ്രീ VPP മുസ്തഫ അങ്ങ് പറഞ്ഞതുപോലെ ഒരു പാറ്റേൺ പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥിരമായി LDF തന്നെയാണ് നേട്ടമുണ്ടാക്കാറുള്ളത്. ഇത്തവണ അങ്ങനെയല്ല സംഭവിച്ചത്. അല്ല, 2015-ലും 20-ലും LDFന് മുന്നേറ്റം ഉണ്ടായി. 2010-ലും 20-ലും LDFന് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. 2015-ൽ ഒപ്പത്തിനൊപ്പമാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും. പക്ഷെ നിങ്ങൾ കാണേണ്ടത് ഈ ഓരോ തെരഞ്ഞെടുപ്പും വ്യത്യസ്തമാണ്. 2004 LDF ലോക്സഭയിലേക്ക് 18 സീറ്റിൽ ജയിച്ചതാ, 18 സീറ്റിൽ. പക്ഷേ 2005 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഒപ്പത്തിനൊപ്പമായി. എന്നാൽ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 96 സീറ്റാണ് അന്ന് VS മുഖ്യമന്ത്രിയായ ഗവൺമെന്റിന് കിട്ടിയത്. പക്ഷേ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ 4 സീറ്റിലേക്ക് ചുരുങ്ങി. 2004 18 സീറ്റിൽ ജയിച്ചതാണ് ഞങ്ങൾ. പക്ഷേ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 16 സീറ്റിൽ ജയിച്ച UDF 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു? സ്മൃതി ഓർമ്മിക്കുന്നില്ലേ? 72-68 ഒപ്പത്തിനൊപ്പമായിരുന്നു. 4 മണ്ഡലങ്ങളിൽ ചെറിയ ഭൂരിപക്ഷത്തിന് LDF തോറ്റുപോയി. അല്ലെങ്കിൽ അന്ന് തന്നെ 2011 തന്നെ കേരളത്തിൽ നിയമസഭ തുടർഭരണം സാധ്യമാകുമായിരുന്നു. 2016 ഞങ്ങൾ വീണ്ടും 91, 2021 ഞങ്ങൾ 99 എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ വലിയ നിലയിൽ തോൽപ്പിക്കുന്ന കേരളത്തിലെ വോട്ടർമാർ
2006 മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ആ നിയമസഭയിലേക്ക് ഇടതുപക്ഷത്തെയാണ് വലിയ തോതിൽ ഭരിക്കുന്നത്. അത് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ ഇടതുപക്ഷം ജയിച്ചു വന്നിട്ടുള്ള, നിങ്ങളിപ്പോൾ ഞങ്ങൾ തോൽക്കുമെന്ന് പറഞ്ഞ ഈ മണ്ഡലങ്ങളിൽ 60 മണ്ഡലങ്ങൾ 15 വർഷമായി LDF ജയിച്ചു വരുന്നതാണ്. അതിൽ 22 മണ്ഡലങ്ങൾ 25 വർഷമായി ഞങ്ങൾ ജയിച്ചു വരുന്നതാണ്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വളരെ വ്യത്യസ്തമായ പാറ്റേണുകൾ സ്വീകരിക്കുകയും 2006 മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രമെടുത്താൽ നിയമസഭയിലേക്ക് കൂടുതൽ ഇടതുപക്ഷത്തോട്, അതായത് 2011 UDF അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പ് പോലും എടുത്താൽ കൂടുതൽ ഇടതുപക്ഷത്തോട് നിയമസഭയിലേക്ക് സ്ഥിരത കാണിക്കുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് പാറ്റേണാണ് കേരളത്തിലുള്ളത്. എന്നാൽ നിയമസഭയിലേക്ക് അങ്ങനെ വലിയ സീറ്റുകൾ ഇടതുപക്ഷത്തിന് നൽകുന്ന കേരളം അതേ സന്ദർഭങ്ങളിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് വലിയ സീറ്റ് നൽകിയിട്ടുമില്ല. അത് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നവുമാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് കൂടിയാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയുന്നത് കേരളത്തിൽ ഒരു വലിയ പ്രകടമായ ഭരണവിരുദ്ധ വികാരമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ അത് പ്രീപോൾ സർവേകളിലെല്ലാം വരും. അതുകൊണ്ടാണ് അത് വളരെ ആധികാരികമാണോ എല്ലാം കൃത്യതയാണോ എന്നുള്ളത് കൊണ്ടല്ല, അതുകൊണ്ടെല്ലാം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ പറഞ്ഞോളൂ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെയാണ് ജനങ്ങളുള്ളത്. പിന്നെ ഒരു നരേഷൻ എന്താ, വൻതോതിൽ ന്യൂനപക്ഷങ്ങളും അതുപോലെ മറ്റും വോട്ട് ചെയ്തു. ഇത് അങ്ങനെ തന്നെ പഴയതുപോലെ UDF പോകുന്നതല്ലല്ലോ. അങ്ങനെയായിരുന്നുവെങ്കിൽ 2021 തന്നെ 2019 LDF ഒരു സീറ്റിലേക്ക് ഒതുക്കിയ UDF 2021 2021 തെരഞ്ഞെടുപ്പിലെ പ്രചരണം, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണം ഓർമ്മിക്കുന്നില്ലേ? പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അത് ഏകീകരിക്കപ്പെടുകയാണ്. അതിൽ പ്രത്യേക സാഹചര്യമുണ്ടല്ലോ, അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അല്ല, ഞാനതാ പറഞ്ഞത് ഇല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ അത് നിങ്ങൾ കാണേണ്ടത്, ഇപ്പം ഷിബു മീരാൻ പറഞ്ഞത് എന്താ, പിണറായി വിജയന്റെ എല്ലാ പോപ്പുലാരിറ്റിയും പോയി, അദ്ദേഹത്തിന് പഴയ സ്വീകാര്യതയില്ല. എന്നാൽ വേറെ ചില ചർച്ചകളിൽ ലീഗിന്റെ നേതാക്കൾ പറയുന്നത് എന്താ, ഈ തെരഞ്ഞെടുപ്പിൽ LDF ആകെ ഒരു നേതാവേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലായിടത്തും പിണറായിയുടെ ഫോട്ടോ, എല്ലായിടത്തും പിണറായിയുടെ റാലി എന്നാണ്. നിങ്ങൾ ഒരിടത്ത് ഉറച്ചു നിൽക്ക്. ഒന്നുകിൽ പിണറായി ആകെ പോപ്പുലാരിറ്റി ഒക്കെ പോയി അദ്ദേഹം സ്വീകാരമല്ലാതെ പറയാം. പക്ഷെ നിങ്ങളുടെ നേതാക്കൾ തന്നെ ഷിബു മറ്റു ചില ചാനൽ ചർച്ചകളിൽ, ഞാൻ കൂടി പങ്കെടുത്ത ഇന്നലെയും ഒക്കെ പങ്കെടുത്ത ചാനൽ ചർച്ചകളിൽ നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകർ പറയുന്നത് നിങ്ങൾക്ക് ആകെ ഒരു നേതാവേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. അതുകൊണ്ട് വളരെ കൃത്യമാണ് കേരളത്തിന്റെ റീഡിംഗ്. കേരളം ആഗ്രഹിക്കുന്നത് അഴിമതിരഹിതമായ, ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങളും വൻതോതിലുള്ള വികസനവും സാധ്യമാക്കി. ഒന്നും നടക്കില്ല ഈ കേരളത്തിൽ എന്ന് കരുതിയെടുത്തുനിന്ന് എല്ലാം സാധ്യമാണെന്ന് വരുത്തി തീർത്ത ഇടതുപക്ഷം. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഉറപ്പിച്ചു പറയാൻ വേണ്ടി കഴിയുന്നത് ഇടതുപക്ഷം 3ാം വട്ടവും അധികാരത്തിൽ വരും. ശരി, ഏതായാലും ഇനി 21 ദിവസമാണുള്ളത്. ദിവസങ്ങൾ ഇങ്ങനെ എണ്ണി കാത്തിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും കണക്കുകളും പുതിയ കണക്കുകളും വിലയിരുത്തലുകളും പ്രതികരണങ്ങളും വരും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.